വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമുക്കൊരവസരം കൂടി കർത്താവ് തന്നു. നമ്മുടെ കർത്താവ് വേഗം വരുന്നു എന്നുള്ളതാണ് നമ്മളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം. കർത്താവ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഞെട്ടലായിരിക്കാം. എന്നാൽ യഥാർത്ഥ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ആശ്വാസകരവും ആനന്ദകരവുമായ ഒരു കാര്യം തന്നെയാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? കർത്താവ് ഇന്ന് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? കർത്താവിനോടുകൂടെ കർത്താവ് വന്നു കഴിഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നില്ല, താൻ മധ്യാകാശം വരെ വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ദൈവത്തിലേക്ക് ആളെന്നൊരിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുകയില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാസ്തവമായിട്ടും ആ എടുക്കപ്പെടാനുള്ള ഒരുക്കത്തിൽ ഞാൻ ആയിരിക്കുന്നോ എന്നുള്ളത് വളരെ നമ്മളെക്കുറിച്ച് സ്വയം ചിന്തിച്ച് ഒരുങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് അത് പറയാൻ കഴിയുമെങ്കിൽ, അത് ആ ഉറപ്പുള്ളതാണെങ്കിൽ നമ്മുടെ ജീവിതം അത് വളരെ സന്തുഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മരണം, മരണാനന്തര ജീവിതം, മരണം ഒരു വിശുദ്ധന് സന്തോഷപ്രദമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വളരെ പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്ന സുവിശേഷം, ആ സുവിശേഷത്തെ ക്രൂശിന്റെ വചനം എന്ന നിലയിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗത്തിലൂടെ വളരെ നമ്മൾ അത്യന്താപേക്ഷിതമായും ആഴമായും മനസ്സിലാക്കേണ്ട ചില സത്യങ്ങളിലേക്ക് ഇനി കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. ഇതിനോടകം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും രക്ഷിക്കപ്പെടാത്തവർ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കാം. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി നിങ്ങൾ തീർന്നു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. കാരണം ഇത് ആത്മീയ കാര്യങ്ങളായതുകൊണ്ട് ആത്മീയർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കുവാനും വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യുള്ളൂ, അതിനെ ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ റോമർ 8:9 വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പാരമ്പര്യ ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞതുകൊണ്ടോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ബൈബിള് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടോ നമ്മളും ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. നമ്മുടെ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ, വീണ്ടും ജനിച്ചവരാണെങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ ഉള്ളൂ എന്നുള്ള കാര്യം ആരും ഒരു കാരണവശാലും മറന്നു പോകരുതേ. ഇത് വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാകേണ്ട അനുഭവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിനോട് ബന്ധപ്പെട്ടിൽ ഞാൻ ഇതിനു മുൻപ് വീണ്ടും ജനനത്തെക്കുറിച്ചും വീണ്ടും ജനനത്തിന്റെ തെളിവുകളെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ വീണ്ടും ഈ ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെയെങ്കിലും തൊട്ടുണർത്താൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന ഒരു വിഷയം എടുത്ത് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നു മുതലുള്ള ചില ദിവസങ്ങളിലെ നമ്മുടെ ചിന്താവിഷയം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതായിരിക്കും. അതൊരു ചെറിയ കാര്യമല്ല. ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ നമ്മളെ യഥാർത്ഥത്തിൽ ഒരു ആത്മീയനാക്കി മാറ്റുവാൻ കാരണമായ സന്ദേശം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് അതിനെ നമ്മൾ മനസ്സിലാക്കണം. ഈ സത്യം അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കി ആ അനുഭവമുള്ളവരായി നമ്മൾ തീരണം. അപ്പം അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരോടും വളരെ താഴ്മയോട് കൂടിയുള്ള എൻ്റെ അപേക്ഷ, നിങ്ങൾ ഈ ക്ലാസ്സുകളെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്നിട്ട് ഒരു സ്വയശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെത്താൻ ഒരു ഉറപ്പ് വരുത്തി ജീവിക്കുക. കാരണം ലോക സംഭവങ്ങളെല്ലാം കർത്താവ് വാതിക്കൽ, കർത്താവ് എത്രയും അടുത്തിരിക്കുന്നു, ഏത് നിമിഷത്തിലും കർത്താവിന്റെ വരവുണ്ടാകും എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ്. ഈ തലമുറ എടുക്കപ്പെടാൻ പോകുന്ന തലമുറയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുവേണ്ടി നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ഒരുങ്ങണം. അപ്പം ഇവിടെ ഞാൻ ഇന്ന് വായിക്കുന്നത് 1 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അത് വായിച്ച് കേൾപ്പിക്കാം. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
അപ്പോൾ ഇവിടെ തൻ്റെ പ്രസംഗ വിഷയം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളതാണ്. വളരെ ചിന്തനീയമായൊരു കാര്യമാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നതിനറിയോ, അത് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, ജാതികൾക്ക് അത് ഭോഷത്വമാണ്. അപ്പോൾ യഹൂദന്മാർ ഇടർച്ച, ജാതികൾക്ക് ഭോഷത്വം. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് അത് ദൈവശക്തിയും ദൈവജ്ഞാനവുമാണെന്നുള്ളത്. രക്ഷിക്കപ്പെടാനുള്ള ഏവർക്കും അത് ദൈവശക്തിയും ദൈവജ്ഞാനവുമാണ്. ആ ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. വളരെ വിലപ്പെട്ട കാര്യമല്ലേ? കാരണം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രിസ്തു എന്നുള്ളത് അവർക്ക് ഇടർച്ചയായിരുന്നു. കാരണം അവരുടെ ദൃഷ്ടിയിൽ അവൻ മറിയത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ശരിയായ നിലയിൽ ജനിച്ചവനല്ല എന്നുള്ള ചിന്താഗതി പോലും അവരെ ഭരിച്ചിരുന്നു. പിന്നെ തച്ചൻ്റെ മകൻ എന്നുള്ള പേരിൽ അറിയപ്പെട്ടു. പിന്നെ ബേൽസബൂലുണ്ട് എന്നൊക്കെ അവർ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ യേശു അവർക്ക് എപ്പോഴും ഒരു ഇടർച്ചയായിരുന്നു. അവന് പഠിപ്പില്ല. ഇവിടെ ഞങ്ങളൊക്കെ വളരെ അറിവും കഴിവും ഉള്ളവരാണ്, അവന് പഠിപ്പില്ല. അപ്പൊ ഇങ്ങനെയുള്ള അനേക തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് യഹൂദന്മാർ കർത്താവിൽ ഇടറുകയാണ് ചെയ്തു. അപ്പോൾ യവനന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്താ വേണ്ടത്? അവർക്കിത് വെറും പോഷക ജാതികളായിട്ടുള്ളവർക്ക്. കാരണം മറ്റൊരു പിടിച്ച് ബലഹീനനായ ഒരുത്തനെ പോലെ ക്രൂശിച്ച ഒരു വ്യക്തിക്ക് അവിടുത്തെ നമ്മൾ കേൾക്കുക, അത് ദൈവപുത്രനായിട്ട് അംഗീകരിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചുള്ള ഒരു പോഷത്വമാണ്. കാരണം വല്ലോ വീരപരാക്രമമൊക്കെ ചെയ്തിരുന്നെങ്കിൽ, അവരുടെ ദൃഷ്ടിയിൽ അവരാഗ്രഹിക്കുന്ന നിലയിലുള്ള വല്ലതൊക്കെ കണ്ടിരുന്നെങ്കിൽ അവർക്കത് വലിയ കാര്യമായിരുന്നു. എന്നാൽ അത് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ രക്ഷിക്കപ്പെടുന്ന ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എന്താണ്? ദൈവജ്ഞാനവും ദൈവശക്തിയുമാണ്. ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതേ കാര്യം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോൾ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ ദൈവമക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പൗലോസ് ഈ ക്രൂശിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പ്രസംഗ വിഷയം മാത്രമല്ല, തൻ്റെ പ്രശംസാ വിഷയം കൂടി ആയിട്ട് താൻ ക്രൂശിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ ഗലാത്യർ 6:14 വാക്യത്തിലാണ്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ? അപ്പോൾ തൻ്റെ പ്രസംഗ വിഷയവും തൻ്റെ പ്രശംസാ വിഷയവും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാകുന്നു എന്നുള്ളത് എത്ര മനോഹരമായൊരു കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം. ഇന്ന് ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ ലോകപ്രകാരമുള്ള കാര്യങ്ങളിൽ പ്രശംസിക്കാറുണ്ട്. പലർക്കും അവരുടെ കഴിവിലും അവരുടെ സ്ഥാനമാനങ്ങളിലും അവരുടെ ധനത്തിലും അങ്ങനെയുള്ള പാരമ്പര്യങ്ങളിലുമൊക്കെ പ്രശംസിക്കുന്നവർ ധാരാളമുണ്ട്. പൗലോസ്യായും ഒരു കാലത്ത് അങ്ങനെ ഒരു പ്രശംസ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറയുവാൻ, തനിക്ക് പ്രശംസിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പൗലോസ്യ പറയുന്നുണ്ട്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം, ഫിലിപ്പ് ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം. അവിടെ തന്നെക്കുറിച്ച് തന്നെ എൻ്റെ 4 വായിക്കാം. പക്ഷെ എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രയേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. നോക്കണം, ഇവിടെ ചുരുങ്ങിയത് തൻ്റെ 7 ശ്രേഷ്ഠതകളെക്കുറിച്ച് താനോട് വർണ്ണിക്കുന്നുണ്ട്. നോക്കുക, 7 ശ്രേഷ്ഠതയെങ്കിലും താനിവിടെ
പറയുന്നുണ്ട്. അപ്പോൾ അതിൽ തനിക്ക് ആ നിലയിൽ പ്രശംസിക്കാൻ തക്കവണ്ണം കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ രീതിയിൽ അല്ലെങ്കിൽ ഈ പ്രശംസയിലൂടെ ഒന്നും തനിക്ക് നേട്ടമുണ്ടാകുമായിരുന്നില്ല. അതിലൂടെ ഒരിക്കലും ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ പൗലോസ്ലീഹ ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ തന്റെ അങ്ങനെയുള്ള പ്രശംസാ വിഷയങ്ങളിലൊന്നുമല്ല, പിന്നെ താൻ എവിടെയാണ് താൻ യഥാർത്ഥത്തിൽ സന്തോഷിച്ചതെന്നറിയാമോ? അതിന്റെ 9-ാം വാക്യത്തിലുണ്ട്, എടുത്തു പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവരിൽ ഇരിക്കേണ്ടതിനും. ഉണ്ടോ? അപ്പോൾ വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണത്തെക്കുറിച്ച് അതിലുള്ള എന്റെ പ്രശംസയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. നോക്കുക നിങ്ങളൊരു കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തല്ലാതെ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ അപ്പോൾ ഇന്ന് തങ്ങളുടെ നല്ല പ്രവർത്തികളിലൂടെ നീതീകരിക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അനേക മതഭക്തരെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർ ഭയങ്കരമായിട്ട് വഞ്ചിക്കപ്പെടും. അവരൊരു വഞ്ചനയുടെ ആത്മാവില്ല. അങ്ങനെ ഒരു നീതീകരണം ഇല്ല. അങ്ങനെ ആർക്കും നീതീകരിക്കപ്പെടാൻ കഴിയുകയില്ല. അങ്ങനെ ആർക്കും സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിനെ കൂടാതെ ആർക്കും സ്വർഗത്തിൽ എത്താൻ കഴിയുകയില്ല. കാരണം കർത്താവിനെ പറഞ്ഞില്ലേ, വഴിയും സത്യവും ജീവനും ഞാൻ തന്നെ, ഇതിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് കർത്താവ് പറഞ്ഞാൽ അതിനപ്പുറമായിട്ട് ഇനി ഒരു വ്യാഖ്യാനം വേണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിയെ, ഒരു പാപിയായ മനുഷ്യനെ നീതിമാനാക്കി തീർക്കുന്നത്. അപ്പൊ ഇവിടെ തനിക്ക് പ്രശംസിക്കുവാനായിട്ട് താന് റോമാലേഖനത്തിലും തന്റെ പ്രശംസാ വിഷയത്തിൽ ഒരു കാര്യം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് പറയുന്നുണ്ട്, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമില്ല. ഞാനും ഇസ്രയേലിനല്ലോ, അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. അപ്പം എനിക്ക് അതിലൊക്കെ ഒരു കാലത്ത് പ്രശംസ ഉണ്ടായിരുന്നു. ആ കാര്യത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അന്നത്തെ യൗവനക്കാരിൽ വളരെ തീഷ്ണതയുള്ള എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. കർത്താവിനെ അറിഞ്ഞപ്പോൾ, ആ സത്യം വെളിപ്പെട്ട് കിട്ടിയപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി, താൻ ചെയ്തതെല്ലാം വളരെ അബദ്ധമായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് നമ്മൾ 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസിനെ പറയുന്ന ഒരു കാര്യം, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശുക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ആ പ്രയോഗങ്ങളൊക്കെ നോക്കട്ടെ ഇവിടെ. അപ്പോൾ ഞാൻ ആ കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കാൻ വന്നു, ആ പാപികളിൽ ഞാൻ ഒന്നാമനെന്നാണ് പൗലോസ് പറയുന്നത്. ഞാനാണ് ആ ഏറ്റവും വലിയ പാപി. നോക്കണം, അങ്ങനെ ഒന്നാമനായ പാപിയായ എന്നോട് ദൈവത്തിന് കരുണ തോന്നി. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പം എനിക്ക് എന്നിൽ ദീർഘക്ഷമയും ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നും എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. അപ്പോൾ ഇവിടെ താൻ പറയുന്ന ആ കാര്യം അതിന്റെ 13-ാം വാക്യം നമ്മൾ ആ 1-ാം അധ്യായം 1 തിമോത്തിയോസ് 1-ാം അധ്യായം 13-ാം വാക്യം, മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. നോക്കണം, മുമ്പേ, അപ്പോൾ പാപികളിൽ ഒന്നാമനായ ഞാൻ മുമ്പേ എങ്ങനെയായിരുന്നു? ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട്
എനിക്ക് കരുണ ലഭിച്ചു. നോക്കണേ, ഈ പൗലോസ് ഇതൊക്കെ ചെയ്യുമ്പോൾ താൻ അറിഞ്ഞോട് ചെയ്താണോ? അല്ല, അറിയാതെ ചെയ്തു. തന്റെ അറിവില്ലായ്മയാണെന്ന് ദൈവം തിരിച്ചറിഞ്ഞു, ദൈവം അറിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യ ലേഖനത്തില് പൗലോസ് തനിക്കൊരു വലിയ സാക്ഷ്യം പറയാനുണ്ട്. അത് പറയുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം. യഹൂദമതത്തിലെ എന്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എന്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എന്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. നോക്കണം, ഈ നസ്രാണികളെ നശിപ്പിക്കുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ മതതീഷ്ണതയിൽ വളരെ എരിവായിട്ട് ക്രിസ്ത്യാനികൾക്ക്, ക്രിസ്തുവിന്റെ അനുയായികളെ ഹനിക്കുന്നതിൽ, ഇല്ലായ്മ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. നോക്കുക, എന്നാൽ അടുത്ത് നമ്മൾ വായിക്കുന്നത് അതിന്റെ 15-ഉം 16-ഉം വാക്യം. എങ്കിലും, കണ്ടോ, എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേദനിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചു. ഓ, എത്ര വലിയ കാര്യമാണ് ദൈവമക്കളെ! ഈ ലോകത്തിൽ ഒരു ജ്ഞാനിക്കും ഒരിക്കലും കർത്താവിനെ തന്റെ ബുദ്ധിയിൽ കണ്ടെത്താൻ കഴിയില്ല. ദൈവം ഒരു വ്യക്തിക്ക് ഈ വെളിപ്പാട് കൊടുക്കാതെ, കാരണം ദൈവജ്ഞാനമായ ക്രിസ്തുവാ, ദൈവത്തിന്റെ ജ്ഞാനമാണ് ക്രിസ്തു. അപ്പം ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല. കാരണം ദൈവത്തിന്റെ ഒരു യഥാർത്ഥ മർമ്മമായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തു. ക്രിസ്തുവിന്റെ മർമ്മമാണ് സഭ, സഭയുടെ മർമ്മമാണ് ജയാളികൾ. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതും നിത്യതയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങളുടെ അറിവ് നമുക്ക് അനിവാര്യവുമാണ്. അതെല്ലാം നമുക്ക് സാവകാശത്തിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, അത് മനസ്സിലാക്കാം. ഇപ്പോൾ ആ പ്രകാശനം നമുക്ക് ലഭിച്ച് അതിനനുസരണമായി ജീവിച്ചാൽ നിത്യത നമുക്ക് ഏറ്റവും അനുഗ്രഹപൂർണമായി തീരും. അതുകൊണ്ട് വളരെ നല്ല നിലയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എത്ര നല്ലതായിരിക്കും. അപ്പൊ ഇവിടെ തന്റെ പുത്രനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് ഈ പൗലോസിൽ പ്രസാദം തോന്നി. നോക്കുക, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ ഒരിക്കലും പൗലോസിലേക്ക് കർത്താവ് വെളിപ്പെട്ട് കിട്ടുകയില്ലായിരുന്നു. എന്നാൽ ദൈവത്തിന് കരുണ തോന്നി, ദൈവത്തിന് പ്രസാദം തോന്നി, ദൈവം കൃപ ചെയ്തു. എത്ര നല്ല നല്ല പദപ്രയോഗങ്ങളാ പ്രിയമുള്ളവരെ! നമ്മളുടെ മേലും ദൈവത്തിന് ദയ തോന്നിയത് കൊണ്ടാണ് നമുക്ക് മാനസാന്തരപ്പെടാൻ ഇടയായത്. ദൈവത്തിന് നമ്മളോട് കൃപ തോന്നിയത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിന്റെ അടുക്കൽ നമുക്ക് വരാൻ കഴിഞ്ഞത്. ഈ കൃപയാലാണ് നമ്മൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളോട് ചെയ്തിരിക്കുന്ന അതേ കാര്യങ്ങളാണ് പൗലോസ്ലീഹയുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തത്. അപ്പോൾ ഇവിടെ താൻ അതിൽ എത്രമാത്രം അപ്പോൾ എങ്കിലും കൃപയാൽ ആ കൃപ ലഭിച്ചു തനിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗലോസ്ലീഹയുടെ ജീവിതത്തില് കർത്താവിനോടുള്ള ആ നന്ദി സൂചകമായ തന്റെ ദൈവത്തോടുള്ള നന്ദി. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്രൂശിന്റെ വചനം ഘോഷിക്കുവാനുള്ള കാരണം അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ ലോക മനുഷ്യർ പറയുമ്പോൾ നമ്മളൊക്കെ ഇത് അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറയുമ്പോൾ എത്രയോ പേർ ഏതെല്ലാം നിലയിലാണ് അവഹേളിക്കുന്നത്. കാരണം അവർക്കത് വെറും പുച്ഛമായിട്ട് തോന്നും. കാരണം അവരുടെ ബുദ്ധിയിൽ അതൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. ക്രൂശിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താതെ ഒരു വ്യക്തിക്ക് അത് വെളിപ്പെട്ട് കിട്ടുകയില്ല. അത് വെളിപ്പെട്ട് കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം. ഈ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയമാണ് ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണം. അതിലൂടെ മാനവരാശിക്ക് വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷ, ഇത്ര വലിയ രക്ഷ, ആ രക്ഷയുടെ മാഹാത്മ്യം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ക്രൂശിനെ പ്രസംഗിക്കുക എന്നുള്ളതും
ഈ ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ രക്ഷിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ദൈവശക്തിയാണ്. അവൻ ഈ വചനം അവനെ സ്പർശിക്കും, അവന്റെ ജീവിതത്തെ ആകമാനം അത് തിരിക്കും. അപ്പോൾ ഈ ക്രൂശിൽ എന്താണ് നടന്നത്? എന്തുകൊണ്ട് നാം ക്രൂശിന്റെ വചനം പ്രഘോഷിക്കണം? നമ്മൾ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം, അതിന്റെ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വളരെ എന്തുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, എന്താണ് ക്രൂശിൽ നടന്നത് എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നോക്കണം, ക്രൂശിൽ ഒരു വലിയ നിരപ്പിന്റെ ശുശ്രൂഷ നടക്കുകയുണ്ടായി. ക്രൂശിങ്കൽ വരാണ്ട് ഒരു വ്യക്തിക്ക്, ഒരു പാപിയായ മനുഷ്യന് ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അപ്പോൾ ക്രൂശിൽ നടന്നിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഇവിടെ പൗലോസ്ലീഹ എടുത്തു പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളത് ശരിക്ക് കാണണം. ക്രൂശിൽ നടന്നത് എന്താണ്? ദൈവനീതിയും ദൈവസ്നേഹവും തമ്മിലുള്ള വലിയ ചുംബനമായിരുന്നു. ഒരു പാപിയെ പരിശുദ്ധനായ ദൈവമായി നിരപ്പിക്കുന്ന വലിയ പ്രക്രിയയാണ് അവിടെ നടന്നത്. നോക്കണം, അപ്പോൾ ദൈവത്തിന്റെ നീതി പറയുന്നു പാപി മരിക്കണം, എന്നാൽ ദൈവസ്നേഹം പറയുന്നു അല്ല, അവൻ രക്ഷിക്കപ്പെടണം. ഇത് രണ്ടും കൂടെ നടക്കുന്ന ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു സ്ഥാനം, അത് ക്രൂശ. ഈ ക്രൂശിന്റെ മഹൽ ദർശനമാണ് എല്ലാ വിശുദ്ധന്മാരും പ്രാപിക്കേണ്ടത്. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ അതിന്റെ 5-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ ക്രൂശ് എന്താണ്? ക്രൂശ് ദൈവസ്നേഹത്തിന്റെ പ്രദർശനശാലയാണ്. ഈ ലോകത്തിലെ സകല മനുഷ്യരും ദൈവം സ്നേഹമാണെന്ന് കാണാമെങ്കിൽ ക്രൂശിലേക്ക് നോക്കണം. ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം ബൈബിൾ മാത്രമാണ്. ആ സ്നേഹത്തിന്റെ പ്രദർശനശാലയാണ് ക്രൂശ്. ഇതൊന്ന് കാണണ്ടേ? ആ ക്രൂശിൽ എന്താണ് നമ്മൾ കാണുന്നത്? തന്റെ ഏകജാതനായ പുത്രൻ വിരൂപനായി, കണ്ടാൽ ആളെന്ന് അല്ല എന്ന് തോന്നുമാർ വിരൂപനായി കിടക്കുന്ന ഒരു അനുഭവം. അതെങ്ങനെയായിത്തീർന്നു? എന്തുകൊണ്ടായിത്തീർന്നു? ആർക്കു വേണ്ടി ആയിത്തീർന്നു? ഈ യാഥാർത്ഥ്യങ്ങൾ എല്ലാ ആദാമ്യ സന്തതിയിൽപ്പെട്ട എല്ലാ മനുഷ്യരും എല്ലാവരും അറിയണം. എന്നാൽ ഇത് കാണാനോ അത് ഗ്രഹിക്കാനോ കഴിയാതെ വണ്ണം ഈ ലോകത്തിന്റെ ദൈവമെന്ന് വിളിക്കപ്പെടുന്ന പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അവർക്ക് കുരുടന്മാർക്ക് കാണാൻ കഴിയുന്നില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയുകയില്ല. എത്രയോ അത്ഭുതാവഹം! എന്നാൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചവർക്ക് ദൈവം ആ കാഴ്ചപ്പാട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ 10-ാം വാക്യം റോമർ 5:10 പറയുന്നത് എന്തുവാ? ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. എന്തെല്ലാം അത്ഭുതാവഹമായ പ്രയോഗങ്ങളല്ലേ ദൈവമക്കളെ! നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്റെ പുത്രന്റെ മരണത്താൽ ദൈവം തന്നോട് നമ്മെ നിരപ്പിച്ചു. ദൈവമായിട്ടുള്ള ശത്രുതയെല്ലാം മാറി വലിയ സ്നേഹബന്ധത്തിൽ നമ്മൾ ആയിത്തീർന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ക്രൂശിൽ നടന്നത് എന്ന് നമ്മൾ കാണണം. അവിടെയാണ് അത് മനുഷ്യന്റെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാനുള്ള ഒരേ ഒരു അത്താണി. അത്താണി എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. പണ്ടൊക്കെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ വലിയ കച്ചിക്കെട്ടുമായിട്ട് പോകുന്നവർക്ക് അവർക്ക് ഇടയ്ക്ക് വഴിയിൽ ഒരു 2 പാറ തൂക്കിയിട്ട് അതിന് നടുവേ ഒരു പാറ,
ആ പാറഷീറ്റിലേക്ക് ഈ കച്ചി എടുത്തു വെച്ചാൽ മറ്റുള്ളവരുടെ സഹായം കൂടാണ്ട് വീണ്ടും അവർക്ക് എടുത്തുകൊണ്ട് പോകാം തലച്ചുമടായിട്ട്. മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ഭാരങ്ങളും ഇറക്കി വയ്ക്കുവാൻ ഒരേ ഒരു അത്താണി, അത് ക്രൂശാണ്. അപ്പോൾ ആ ക്രൂശിലേക്ക് വരുമ്പോൾ ആ ക്രൂശിൽ നടന്നത് എന്താണെന്ന് നമ്മൾ കാണണം. കർത്താവ് നമ്മുടെ എല്ലാം പാപങ്ങളും പേറിയാണ് ക്രൂശിൽ മരിച്ചത്. നമ്മൾ 1 പത്രോസ് 2:24 വായിക്കുന്നത്, അവൻ സ്വയം നമ്മുടെ പാപങ്ങളും പേറി ക്രൂശിലേറി. അപ്പോൾ നമ്മുടെ നീതീകരണത്തിന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് ചെയ്ത ആ കാര്യങ്ങളെ നമ്മൾ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കി ആ സത്യത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ നമുക്കത് അനുഭവമായി മാറുകയാണ്. 2:25 ഞാൻ വായിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നോക്കുക, അവിടുന്ന് ഈ രൂപത്തിലായി തീരുവാൻ കാരണം നമ്മുടെ പാപമാണ്. അവന് ഈ വലിയ പ്രതികൂലം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകാൻ കാരണം എന്റെയും നിങ്ങളുടെയും പാപമാണ്. നോക്കുക ദൈവമക്കളെ, മനുഷ്യന്റെ പാപത്തിന്റെ ഫലമായ നരകശിക്ഷ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ സഹിച്ചു. ആ മകൾ സ്നേഹമാണ് നമുക്ക് ക്രൂശിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ സത്യം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കഴിയുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം, നമ്മുടെ പാപങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് കർത്താവുമായി നിരപ്പ് പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീടുള്ള നമ്മുടെ ജീവിതം അത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടിയായിരിക്കും. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മരണം നമ്മൾ റോമാലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില്, റോമാലേഖനം അതിന്റെ 4-ാം അധ്യായം 24-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിൽ ഏൽപ്പിച്ചും. കണ്ടോ, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം, നമ്മുടെ പാപവും അതിക്രമവുമാണ് കർത്താവായ യേശു ക്രിസ്തുവിന് ഇങ്ങനെ ഒരു മരണം വരിക്കുവാനിടയായി തീർന്നത്. നമ്മളതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ, ഈ ഒരു സത്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ, അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും ഒരു നിമിഷം പോലും അകന്നിരിക്കാൻ കഴിയില്ല. ആ സ്നേഹത്തിൽ വസിക്കുവാനുള്ള അവന്റെ വിശപ്പും ദാഹവും വളരും. ഞാനൊരു കാര്യം ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കുന്ന, അല്ല ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിയില്ല. നമ്മളെ ഈ നിലയിൽ സ്നേഹിക്കുവാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിയില്ല. ഇങ്ങനെ രക്ഷിക്കാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിയില്ല. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ വ്യക്തമായും മനസ്സിലാക്കണം. ചിന്തിക്കുക, ലോകത്തിൽ അനേക ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട്, അനേക മഹാന്മാരുണ്ടായിട്ടുണ്ട്, അനേക ബുദ്ധിരാക്ഷസന്മാരുണ്ടായിട്ടുണ്ട്, അനേക പുണ്യവാളന്മാരുണ്ടായിട്ടുണ്ട്, അനേക നിലകളിൽ ഗുരുക്കളെന്നും വലിയ മഹാന്മാരെന്നും ഒക്കെ ദേവന്മാരെന്നും എന്നൊക്കെ വിളിക്കുന്ന അനേകരുണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെ ആരുടെയെങ്കിലും മരണത്തിൽ ആരെങ്കിലും ഒരിക്കലെങ്കിലും പ്രശംസിച്ചിട്ടുണ്ടോ? ഇല്ല. അവര് പഠിപ്പിച്ച ചില തത്വങ്ങളൊക്കെ പലപ്പോഴും ചിലപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് മരണത്തെക്കുറിച്ച് പറയുവാനായിട്ട് ആരും തയ്യാറായിട്ടില്ല. ആരുടെയും ഒരു നേതാവിന്റെയും മരണത്തെക്കുറിച്ച് ആരും പറയുന്നതിൽ അവർക്ക് ലജ്ജയാണ്. ചിലരൊക്കെ മരണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ എന്താ പറയുക, തമാശ ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചിന്തിക്കണം. എന്നാൽ ക്രിസ്തുവിന്റെ മരണം, പ്രിയമുള്ളവരെ, അത് നമ്മൾ ലോകത്തിൽ എല്ലായിടത്തും എല്ലാവരോടും പ്രസംഗിക്കാനുള്ളതാണ്. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാര് ഒരിക്കലും ഒരു രീതിയിലും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതെത്രയോ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളാണുള്ളത്. ഓരോ രോഗത്തിനും എല്ലാം അവിടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും അങ്ങനെയുള്ള ഹോസ്പിറ്റലുകളൊക്കെ നമുക്ക് കാണാം. കാരണം അവർക്ക് ജീവിക്കണം. നമ്മുടെ കർത്താവ് നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ വീണ്ടെടുക്കുവാൻ തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ സത്യം വെളിപ്പെട്ട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ച് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യത്തില് പൗലോസ് പറയുന്ന ഒരു വാക്യം കൂടി ഞാനൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. 2 കൊരിന്ത്യർ 5:21.
പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി. ഓ പ്രിയമുള്ളവരെ, എന്താണ് നമ്മൾ വായിക്കുന്നത്? പാവം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി. നോക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നീതിമാന്മാരായി തീരുവാൻ, പാപികളായ നമ്മളെ നീതീകരിക്കുവാൻ അവിടുന്ന് നമുക്ക് വേണ്ടി സ്വയം പാവമാക്കി. ആ പാവത്തിന്റെ ശിക്ഷ, ആ മരണശിക്ഷ, അത് താൻ ഒറ്റയ്ക്ക് ക്രൂശിൽ താൻ വഹിച്ചു. നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യം ഒരു പാപിക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അവനത് വിശ്വസിക്കുവാൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചാൽ ആ വിശ്വാസം അവനെ മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് മാറ്റുകയാണ്, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറ്റുകയാണ്, പാപി എന്ന അവസ്ഥയിൽ നിന്നും വിശുദ്ധൻ എന്ന അവസ്ഥയിലേക്ക് മാറ്റുക, അധർമ്മി എന്ന പദവിയിൽ നിന്നും നീതിമാൻ എന്ന അവസ്ഥയിലേക്ക് അവനെ മാറ്റുകയാണ്, ഒരു പിശാചിന്റെ പൈതൽ എന്ന പദവിയിൽ നിന്നും ഒരു ദൈവ പൈതൽ എന്ന അവസ്ഥയിലേക്ക് മാറ്റുക. എത്ര പെട്ടെന്ന് ഈ സത്യസുവിശേഷം, ക്രൂശിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റുന്ന ക്രൂശിന്റെ വചനം, സത്യസുവിശേഷം. അതാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അത് യഹൂദന്മാർക്ക് ഇടർച്ചയാണ്, യവനന്മാർക്ക് അത് ഭോഷത്വമാണ്. എന്നാൽ രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവജ്ഞാനവും ദൈവശക്തിയുമാണ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വചനം എങ്ങനെ തോന്നുന്നു? ഈ വചനം കേൾക്കുമ്പോൾ ഈ യഥാർത്ഥ സത്യം ഇത് ഗ്രഹിക്കുവാൻ ക്രൂശിലെ ക്രിസ്തുവിന്റെ മരണത്തിന്റെ യാഥാർത്ഥ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? ക്രൂശിൽ കർത്താവ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് എന്നെങ്കിലും ഒരിക്കലെങ്കിലും ഇത് അംഗീകരിച്ച് ഇത് വിശ്വാസത്തിൽ ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏറ്റുപറഞ്ഞ് സമ്മതിക്കുന്ന ഏതൊരു വ്യക്തിയും ആ നിമിഷം അവർ പാപശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു, നിത്യനരകത്തിൽ നിന്നും മോചിതരാകുന്നു. അവർ ദൈവത്തിന് മക്കളായി, വിശുദ്ധരായി, നീതിമാന്മാരായി, ദൈവത്തിന് പ്രിയരായി തീരുകയാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് സകലതും കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. 2 Corinthians 5:17. നിശ്ചയമായും എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യസുവിശേഷം കേട്ട്, ഈ ക്രൂശിന്റെ വചനം കേട്ട്, ആ സത്യം വിശ്വസിച്ച് അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട അനുഭവമുണ്ടോ? ക്രിസ്തുവിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച യഥാർത്ഥമായ അനുഭവമുണ്ടോ? അത് പരിശോധിക്കണേ, വഞ്ചിക്കപ്പെടരുത്. കർത്താവ് സഹായിച്ചാൽ തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. ക്രൂശിന്റെ വചനത്തിന്റെ മാഹാത്മ്യം അത് നമ്മൾ അറിയണം, പ്രിയമുള്ളവരെ, അറിയേണ്ടതുപോലെ അറിയണം. ആ സത്യം അറിഞ്ഞ് വിശ്വസിച്ച് അതിന്റെ ശരിയായ അനുഭവം പ്രാപിച്ച് ദൈവമുള്ളവരായി, ക്രിസ്തുവിനുള്ളവരായി, ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി ഈ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ദൈവത്തിന്റെ വചനം, ഈ വചനങ്ങൾ നിങ്ങൾക്ക് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ടും ഇന്നത്തെ ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.